ആലുവയിലെ ഗുണ്ടാക്രമണത്തിൽ 4 പേർ പിടിയിൽ. ചൊവ്വര സ്വദേശി കബീർ അടക്കമുള്ള പ്രതികളാണ് പോലീസ് പിടിയിലായത്. ആക്രമണം ആസൂത്രണം ചെയ്തത് കബീറാണെന്ന് പോലീസ് പറയുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന് പ്രതികളെ ആലുവയിലെത്തിക്കും. ചേതനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ചേതൻ, എന്താണ് ഉണ്ടായത്, എന്താ സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആക്രമണം നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പറയുന്നുണ്ടോ? കീർത്തി, ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ആലുവ ചൊവ്വരിയിലെ കൊണ്ടോട്ടി എന്ന പ്രദേശത്തുണ്ടായ ഗുണ്ടാ ആക്രമണത്തിലാണ് ഇപ്പോൾ പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ മുഖ്യ ആസൂത്രിതനായ കബീർ അടക്കം ഇപ്പോൾ 3 പേർ, കബീറിന് പുറമെ 3 പേർ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാക്കനാട് സ്വദേശിയായ സ്വരാജ്, അരൂർ സ്വദേശിയായ സനീർ, മലപ്പുറം സ്വദേശിയായ ഫൈസൽ ബാബു എന്നിവരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനായി ആലുവയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ കൃത്യത്തിന് ഉപയോഗിച്ച കാറും അതുപോലെ തന്നെ മറ്റു പ്രതികളുടെ വിവരങ്ങളടക്കം പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മറ്റു പ്രതികളും ഉടൻ തന്നെ പോലീസിൽ അറസ്റ്റിലാവും എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതായത് ഈ കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ശ്രീമൂലനഗരം മുൻ വാർഡ് മെമ്പർ കൂടിയായ സുലൈമാൻ അടക്കം 4 പേരെ ഇന്നലെ രാത്രി 10 മണിക്ക് ആയുധം ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ കൃത്യം നടക്കുമ്പോഴുള്ള CCTV ദൃശ്യങ്ങൾ മറ്റും ലഭ്യമായിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, ഇവർ മുഖം മറക്കാതെയാണ് ആക്രമണം നടത്തിയത്. അതുകൂടാതെ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഈ കൃത്യത്തിന് ശേഷം ഏകദേശം അരമണിക്കൂറുകളോളം ഇവർ ഈ പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അറിയാനുള്ളത് എന്തായിരുന്നു കാരണം, മോട്ടീവ്, ഈ ഗുണ്ടാ ആക്രമണം നടത്താനുള്ള മോട്ടീവ്, ഇത് ആരാണ് കൊട്ടേഷൻ നൽകിയത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും വരും മണിക്കൂറുകൾ വ്യക്തമായൊരു ചിത്രം ലഭ്യമാകുന്നതായിരിക്കും. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ സുലൈമാൻ പ്രാദേശിക പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. സ്വാഭാവികമായും ശത്രുക്കളുണ്ടാവാം. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുതയാണോ അതോ വ്യക്തിപരമായ മറ്റു കാരണങ്ങളാണോ എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യത്തിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നതായിരിക്കും. കീർത്തി. ശരി ചേതൻ, ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്? കീർത്തി, ഈ സുലൈമാൻ അടക്കം മുൻ വാർഡ് മെമ്പറായ സുലൈമാൻ അടക്കം 4 പേരാണ് ഈ ഗുണ്ടാ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതിൻ്റെ സുലൈമാൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. മറ്റു 3 പേരുടെ ആരോഗ്യനില സാരമുള്ളതല്ല. കീർത്തി. ശരി, ചേതനാണ് കൂടുതൽ വിവരങ്ങൾ.